Hello, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് ലൂയിസ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ തിയറി ഓഫ് ആർതർ ലൂയിസ്. The Lewis model of development focuses on structural transformation of primary subsistence economy through process of surplus labor from subsistence sector to modern sector. In the theory system, the Lewis model of development focuses on structural transformation of primary subsistence economy through process of surplus labor from subsistence sector to modern sector. അതായത് ആർതർ ലൂയിസിന്റെ തിയറി ഫോക്കസ് ചെയ്യുന്നത് ലേബർ സർപ്ലസ്, അതായത് ഒത്തിരി ലേബറിന്റെ അവൈലബിലിറ്റി കാരണം എങ്ങനെയാണ് ഒരു ഇക്കോണമിയുടെ സ്ട്രക്ചർ ചേഞ്ച് ആവുന്നതെന്ന്, അതെങ്ങനെയാണ് സബ്സിസ്റ്റൻസ് സെക്ടറിൽ നിന്നും മോഡേൺ സെക്ടറായിട്ട് മാറുന്നത് എന്നുള്ളതാണ് ലൂയിസിന്റെ തിയറി പറയുന്നത്. സോ ദ തിയറി ഫോക്കസസ് ഓൺ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ in an economy from agriculture sector to urban industrial sector. Agriculture sector in industrial sectorലേക്ക് ഒത്തിരി ലേബർ അവൈലബിൾ ആയിരിക്കുന്നത് കൊണ്ട് ഒരു ഇക്കോണമി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ളതാണ് ലൂയിസിന്റെ മോഡൽ പറയുന്നത്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് ആർതർ ലൂയിസ് ആണ് in 1954. ആർതർ ലൂയിസ് ഒരു നൊബേൽ പ്രൈസ് ലോറേറ്റ് കൂടിയാണ്. General theory of development for the third world countries. In ലൂയിസിന്റെ ഇക്കണോമിക് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് ഒരു ജനറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് ആയി മാറിയിരുന്നു. ഏത് കൺട്രീസിന്? തേർഡ് വേൾഡ് കൺട്രീസിന് ഫ്രം 1960s ടു ഏർലി പീരീഡ് ഓഫ് 1970s. ഈ തിയറിയുടെ അസംഷൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അസംഷൻ ആണ് two sectors in economy, subsistence sector and industrial sector. ഒരു ഇക്കോണമിയിലെ രണ്ട് സെക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് സബ്സിസ്റ്റൻസ് സെക്ടർ. സബ്സിസ്റ്റൻസ് സെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനാണ്. രണ്ടാമത്തെ സെക്ടർ ഏതാ? ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. The MP is zero in agriculture sector. MP എന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി is zero in agriculture sector. അതായത് ഒരു അഡീഷണൽ ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി അഗ്രികൾച്ചർ സെക്ടറിൽ സീറോ ആണെന്നാണ് ഈ തിയറി അസ്യൂം ചെയ്യുന്നത്. മൂന്നാമത് സബ്സിസ്റ്റൻസ് സെക്ടർ ഡസ് നോട്ട് യൂസ് റീപ്രൊഡ്യൂസിബിൾ ക്യാപിറ്റൽ ബട്ട് അർബൻ സെക്ടർ റീഇൻവെസ്റ്റ് ഇറ്റ്സ് പ്രോഫിറ്റ്. അതായത് സബ്സിസ്റ്റൻസ് സെക്ടറിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് അഗ്രികൾച്ചർ സെക്ടർ അതിൻ്റെ പ്രോഫിറ്റിനെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ഫോർ എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. നാലാമത്തെ അസംഷൻ ആണ് കോൺസ്റ്റന്റ് വേജ് റേറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വേജ് റേറ്റ് ഫിക്സ്ഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. അത് ഓരോ കാര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നില്ല. ദെൻ ലേബർ സപ്ലൈ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ എന്തേലും കൂടുതൽ ലേബർ ഉണ്ടോ അത്രയും ലേബറിന് എന്താ എപ്പോൾ വേണമെങ്കിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് മൊബിലിറ്റി ഉണ്ട്. അതാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. എത്ര വേണമെങ്കിലും ലേബർ സപ്ലൈ ചെയ്യപ്പെടും എന്തിലേക്ക്? ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ഫ്രം ദ അഗ്രികൾച്ചർ സെക്ടർ. സോ ഇതാണ് നമ്മുടെ തിയറിയുടെ അസംഷൻസ്. നൗ ലെറ്റ് us ഫോക്കസ് ഓൺ ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ തിയറി. സോ ലൂയിസിന്റെ തിയറി ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഡെവലപ്മെന്റ് പ്രോസസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Surplus labor in agriculture sector is moved to industrial sector. As a result, there will be increase in output and employment level. Agriculture sector അല്ലെങ്കിൽ നമ്മുടെ സബ്സിസ്റ്റൻസ് സെക്ടറിലുള്ള കൂടുതലായിട്ടുള്ള ലേബറിനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ ഔട്ട്പുട്ട് കൂടും, എംപ്ലോയ്മെന്റ് കൂടും, then there will be economic development. ഈ ഒരു പ്രോസസ്സിന് കുറച്ച് ബോട്ടിൽ നെക്സ് ഉണ്ട്, അതായത് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ ഡിഫിക്കൽറ്റിയാണ് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലുള്ള ലേബർ അൺസ്കിൽഡ് ലേബർ ആണ്. രണ്ടാമതായിട്ട് അറ്റാച്ച്മെന്റ് ടു റൂറൽ ലൈഫ്. അഗ്രികൾച്ചർ സെക്ടറിലുള്ള ലേബർ അവരുടെ റൂറൽ ലൈഫ്, ഫാമിലി, ലാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിരിക്കും. ഇത് രണ്ടുമാണ് ഈ ഡെവലപ്മെന്റിന് ഹിൻഡ്രൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് ആർതർ ലൂയിസ് നമുക്ക് സൊല്യൂഷനും തരുന്നുണ്ട്. അൺസ്കിൽഡ് ലേബറിന് സ്കിൽ ട്രെയിനിങ് കൊടുക്കാം. ഇൻഡസ്ട്രിയൽ സെക്ടറിന് ലേബറിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അൺസ്കിൽഡ് ലേബർ സ്കിൽഡ് ആയി മാറും. രണ്ടാമത് ഒത്തിരി അവർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ട് റൂറൽ ലൈഫിനോട്. സോ
ഇൻ ഓർഡർ ടു ഗെറ്റ് ദം ടു വർക്ക് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ കൂടുതലായിട്ട് എന്തെങ്കിലും ഓഫർ ചെയ്യണ്ടേ. സോ 30% മോർ വേജസ് ഓഫർ ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിനേക്കാളും 30% മോർ വേജസ് ഓഫർ ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ സർപ്ലസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ലേബറിനെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഡയഗ്രമാറ്റിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സോ നമ്മുടെ എക്സ് ആക്സിസിൽ ലേബർ ഉണ്ട്, വൈ ആക്സിസിൽ വേജ് റേറ്റ് മാർജിനൽ പ്രൊഡക്ടിവിറ്റിയാണ് ഉള്ളത്. ഈ OW1 സബ്സിസ്റ്റൻസ് സെക്ടർ അഗ്രികൾച്ചർ സെക്ടറിലെ വേജ് റേറ്റ് ആണ്. OW എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ വേജ് റേറ്റ് ആണ്. ഇത് 30% മോർ കൂടുതലാണ്. അഗ്രികൾച്ചർ സെക്ടറിൻ്റെ വേജിനേക്കാളും നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലെ വേജ് റേറ്റ് 30% കൂടുതലാണ്. WS എന്താ? ദ സപ്ലൈ ഓഫ് ലേബർ ടു ക്യാപിറ്റൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. ഈ സപ്ലൈ ഓഫ് ലേബർ എങ്ങനെയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. D1, D2, D3 ഈ 3 കർവ്സും നമ്മുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയെ കാണിക്കാനും അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ലേബറിനെ കാണിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് WED1 ഈ ഒരു ഏരിയ പ്രോഫിറ്റ് ഏരിയ ആണ്. എന്തിൻ്റെ? ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ. ഈ പ്രോഫിറ്റിനെ വീണ്ടും ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻവെസ്റ്റ് ചെയ്യും. വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴെന്താ? ലേബറിൻ്റെ ഡിമാൻഡ് വീണ്ടും കൂടും. ഈ ലേബർ ഇത്ര ഉണ്ടായിരുന്ന ലേബറിന് നമ്മൾ വീണ്ടും ഈ പോയിന്റിൽ നിന്ന് L1 പോയിന്റ് ഇത്രയും ലേബറിന് വീണ്ടും ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റിയാണ് D2. വീണ്ടും ഇത്ര ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റിനെ റീഇൻവെസ്റ്റ് ചെയ്യും. D3 എന്നുള്ള മാർജിനൽ പ്രൊഡക്ടിവിറ്റി എത്തുന്നവരെ റീഇൻവെസ്റ്റ് ചെയ്യും. ഇങ്ങനെ ക്യാപിറ്റൽ സെക്ടറിൽ പ്രോഫിറ്റിനെ റീഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഏത് പോയിന്റ് വരെ? അഗ്രികൾച്ചർ സെക്ടറിലുള്ള ഫുൾ ആയിട്ടുള്ള സർപ്ലസ് ലേബറിനെ അബ്സോർബ് ചെയ്യുന്നവരെ. അഗ്രികൾച്ചർ സെക്ടറിൽ കൂടുതലായിട്ടുള്ള ലേബറിനെ മൊത്തം ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കൊണ്ടുവന്ന് കഴിയുന്നത് വരെ വേജ് റേറ്റ് കോൺസ്റ്റന്റ് ആയിക്കൊണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഓഫ് ലേബർ ഉണ്ടായിരിക്കും. അതിനുശേഷം വേജ് റേറ്റിൽ ചേഞ്ചസ് വരുത്തും. കൂടുതൽ ലേബറിന് വേണ്ടിയിട്ട് വീണ്ടും വേജ് റേറ്റ്സിൽ ചേഞ്ചസ് വരും. Till that point, at a constant wage rate, there will be a constant elastic supply of labor till the entire surplus labor in agriculture sector is absorbed in the industrial sector. ഇതാണ് നമ്മുടെ ആർതർ ലൂയിസിന്റെ തിയറി. ഇനി ഈ തിയറിക്കും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ആ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ലിമിറ്റേഷൻസിൽ ഒന്നാമത്തെ ലിമിറ്റേഷനാണ് ടോട്ടൽ പ്രോഫിറ്റ് ഇസ് നോട്ട് റീഇൻവെസ്റ്റഡ്. നമ്മുടെ തിയറിയിൽ പറയുന്നത് എന്താ? പ്രോഫിറ്റ് കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയൽ സെക്ടർ റീഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ഒരിക്കലും കംപ്ലീറ്റ് പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യാറില്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് മേ നോട്ട് ഇൻക്രീസ് ദ എംപ്ലോയ്മെന്റ്. ക്യാപിറ്റൽ സെക്ടറിൽ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് വീണ്ടും ലേബറിനുള്ള ഡിമാൻഡ് കൂട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം ക്യാപിറ്റൽ സെക്ടർ ടെക്നോളജിയിലായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വെൻ ടെക്നോളജി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയി കഴിയുമ്പോൾ അവിടെ ലേബറിന് ഡിമാൻഡ് കുറയാണ്. ഇറ്റ് വിൽ ലീഡ് ടു ദ ഹോൾ ബ്രേക്ക് ഡൗൺ ഓഫ് ദ തിയറി. തേർഡ്, ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്സൈഡ് ദ കൺട്രി. ഒരു കമ്പനി അതിൻ്റെ ഇൻഡസ്ട്രിയൽ സെക്ടർ കൺട്രിയിൽ ആ ഒരു രാജ്യത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് ഫോർ ലേബർ ഉള്ളൂ. ദേ കുഡ് ഇൻവെസ്റ്റ് ഔട്ട്സൈഡ് ദ കൺട്രി. ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ദേ ക്യാൻ ഹാവ് ദെയർ യൂണിറ്റ്സ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഔട്ട്സൈഡ് ദ കൺട്രി ആസ് വെൽ. Fourth, labor training has cost and takes time. ഒരു ബോട്ടിൽനെക്കായിരുന്നു that labor in agriculture sector is unskilled. അൺസ്കിൽഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ലേബറിന് ഇൻഡസ്ട്രിയൽ സെക്ടറിന് ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളത്. പക്ഷേ ഈ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നല്ല ചിലവുള്ള കാര്യമാണ്, ഒത്തിരി സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. സോ ഇൻഡസ്ട്രിയൽ സെക്ടർ അത് പ്രിഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദെൻ MP ഓഫ് ലേബർ ഇസ് നോട്ട് സീറോ. നമ്മൾ അസ്യൂം ചെയ്തിരുന്നു ലേബറിൻ്റെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആണ് അഗ്രികൾച്ചർ സെക്ടറിന്. പക്ഷേ റിയാലിറ്റിയിൽ ലേബറിൻ്റെ പ്രൊഡക്ടിവിറ്റി, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ലോ ആയിരിക്കാം. ഇറ്റ് ക്യാൻ ബി വെരി ലോ, ഒത്തിരി കുറവായിരിക്കാം. പക്ഷെ അതൊരിക്കലും 0 ആയിരിക്കത്തില്ല. ഇതാണ് നമ്മുടെ തിയറിയുടെ ലിമിറ്റേഷൻസ്. I hope you understood, and that's for today. Thank you for listening.